തമാശക്ക് ഒരിക്കൽ ജുമക്ക് പോയി എഴുതിയിട്ട് പോയെന്നും പോവില്ല. തമാശക്ക് ഒരു ദിവസം ദൂർ നിക്കരിച്ചു എഴുതിയിട്ട് പോയെന്നും നിക്കരിച്ചില്ല. അതേ സമയത്ത് തമാശക്ക് ഒരിക്കൽ കഞ്ചാവ് വലിച്ചാവോ എപ്പോഴും വലിക്കും. കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതുമാകുന്നു എന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് യുവസമൂഹത്തോട്, പുതിയ തലമുറയോട് നമ്മൾ പറയുന്നത്, തമാശക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് തമാശക്ക് ഉപയോഗിച്ചാൽ തന്നെ പിടികൂടുന്നതാണ്. കാരണം അത് ശൈത്താനിയത്താണ്. ശൈത്താനിയത്ത് വേഗം പിടിക്കും. ഇലാഹിയത്ത് സാവകാശേ പിടിക്കുള്ളൂ. 1000 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് ഇലാഹിയത്തിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ ശൈത്താനിയത്തിൽ ഉറച്ചു നിന്നു. ഇനി മക്കത്ത് നോക്കിയാലോ അങ്ങനെ തന്നെയാണ്. മക്ക പഴയ കാലത്ത് മുശ്രിക്കുകളുടെ നാടല്ല. മക്ക എന്ന് പറയുന്നത് വളരെ പഴയ കാലം മുതൽ മുശ്രിക്കുകളുടെ നാടൊന്നുമല്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് മക്കക്കാരുള്ളത്. അവിടെ ശിർക്ക് വന്നത് കഅബയുടെ പ്രസിഡൻ്റായിരുന്ന അബൂ ത്വാലിബിൻ്റെ തൊട്ട് മുമ്പാണ്. അബൂ താലിബ് പ്രസിഡൻ്റ് ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകസഞ്ചാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് കഅബയുടെ നേതൃത്വം അബൂ ത്വാലിബിൻ്റെ അടുത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോകസഞ്ചാരിയും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗക്കാരെ കണ്ടു. ഓലപ്പോൾ ഒരു ദിവസം കൂടി മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടി. മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടിയപ്പോൾ ഓലോട് ചോദിച്ചു, എനിക്ക് വിഗ്രഹാരാധന ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പഠിപ്പിച്ചു തരാലോ എന്ന് പറഞ്ഞു. നമുക്ക് വിചാരിക്കും വിഗ്രഹാരാധന ഇപ്പം അതിനകത്തരം പഠിക്കാനൊന്നുമില്ല, അത് കല്ലിൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ആട്ടുകയാണ് എന്ന്. അല്ല, അതും പഠിക്കാണ്ട്. അതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഠിപ്പിച്ചു. പഠിപ്പിച്ചു കാണ്ട് പിന്നെ മൂപ്പര് പോരുമ്പോൾ, കോഴ്സൊക്കെ പൂർത്തിയാക്കി പോരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് വിഗ്രഹാരാധകരായ ആ നാട്ടുകാർ ഒരു സമ്മാനം കൊടുത്തു. ഹുബില എന്ന് പേരായ ഒരു വിഗ്രഹത്തെയാണ് കൊടുത്തത്. ആ വിഗ്രഹമാണ് ആദ്യം കഅബയിൽ വന്നത്. അതാണ് പിൽക്കാലത്ത് ഹുബുലുല്ലാല എന്ന പേരിൽ അറിയപ്പെട്ട വിഗ്രഹമായി മാറിയത്. കുറഞ്ഞ കാലാണ്.